ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് അമൃതം പൊടി വെച്ചിട്ടുള്ള ഒരു പലഹാരമാണ് ഉണ്ടാക്കുന്നത്. അമൃതം പൊടി വെച്ചിട്ടുള്ള വേറെയും പലഹാരത്തിന്റെ റെസിപ്പി ഞാൻ മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കാണാത്തവരുണ്ടെങ്കിൽ കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പായി ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ 2 നന്നായിട്ട് പഴുത്ത റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. ചെറിയ റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്, വലുതല്ല. ഈ ഒരു റോബസ്റ്റ പഴത്തിന് പകരം മൈസൂർ പഴവും എടുക്കാം. മൈസൂർ പഴം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ റോബസ്റ്റ പഴം എടുത്തത്. മൈസൂർ പഴത്തിന് പാളയംകോടൻ പഴം എന്നും പറയും തോന്നുന്നു. നമ്മുടെ നാട്ടിൽ മൈസൂർ പഴം എന്നാണ് പറയാറ്. ഇനി ഈ പഴം ഒരു ഫോർക്ക് വെച്ച് നന്നായിട്ട് അങ്ങ് ഉടച്ചു കൊടുക്കാം. അപ്പോൾ പഴം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് അമൃതം പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് ശർക്കര പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുമിച്ച് അങ്ങ് ചേർത്ത് കൊടുക്കണ്ട, കുറേശ്ശെയായി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ശർക്കര പാനി മുഴുവനായിട്ട് ഒഴിച്ചു കഴിഞ്ഞു. നമുക്കിനി ബാറ്റർ കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ടിരിക്കണം. അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ബാറ്ററിന്റെ കൺസിസ്റ്റൻസിയിൽ വേണം ഇരിക്കാൻ. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് പൗഡറും ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഒരു 1/2 മണിക്കൂർ നേരം മാറ്റി വയ്ക്കാം. അപ്പോൾ ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മളിന്ന് ഇതുപോലൊരു ഇരുമ്പിന്റെ ചീനച്ചട്ടിയിലാണ് ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മാവ് കോരി ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റ് നേരം കുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുത്തും കുക്ക് ചെയ്തെടുക്കാം. മറിച്ചിട്ട് കൊടുത്തും ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ നമ്മൾ ബാക്കിയുള്ള മാവും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അമൃതം പൊടി വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അമൃതം പൊടിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ ആക്കി കൊടുക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും കഴിക്കും. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.